ചാനൽ മോണിറ്റൈസ് ആയോ? ഒരു മാസം എത്ര രൂപ കിട്ടും? മാസം 10,000 രൂപയെങ്കിലും കിട്ടുന്നുണ്ടോ? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പലരും ചോദിച്ച ചോദ്യത്തിന് മറുപടി ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാൻ താല്പര്യമുള്ള ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ അതിൽ ചോദിച്ച എല്ലാ ചോദ്യത്തിനും നമ്മൾ മറുപടി കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണാൻ താല്പര്യമുള്ള ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോയിട്ട് വരാം. ഫ്രണ്ട്സ്, നിങ്ങൾ കേട്ടതുപോലെ ഇങ്ങനത്തെ ഒരു 3 ചോദ്യമാണ് കേട്ടോ എൻ്റെ അടുത്ത് വന്നത്. മോണിറ്റൈസ് ആയ ചാനൽ, അതുപോലെ തന്നെ മാസം എത്ര രൂപ കിട്ടും, പിന്നെ വന്ന ചോദ്യമാണ് 10,000 രൂപ കിട്ടി തുടങ്ങിയോ എന്ന് വെച്ചാൽ അവർക്കറിയാം ഫസ്റ്റ് നമുക്ക് $100 ആകുമ്പോൾ 10,000 രൂപയ്ക്ക് അകത്താണ് വരുന്നത് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ അങ്ങനത്തെ 3 ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവർക്കുള്ള മറുപടിയാണ്. ഫ്രണ്ട്സ്, ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, നമ്മുടെ ചാനൽ തുടങ്ങിയത് 2025 ജൂലൈ 9 എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മൾ വീഡിയോ ഇട്ട് തുടങ്ങിയ സമയത്തെ ലോങ് വീഡിയോ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. നമ്മൾ ഇട്ടിട്ടുള്ളതെല്ലാം ഷോർട്ട് വീഡിയോ ആണ്. പക്ഷേ ഷോർട്ട് വീഡിയോ ആയാൽ പോലും വലിയ റീച്ചില്ല. കാരണം എങ്ങനെ പോയാലും 5K 6K അതുപോലെ തന്നെ 2K 1K ഒക്കെ അടിച്ച് നിൽക്കത്തേ ഉള്ളൂ. അങ്ങനെ ലക്ഷക്കണക്കിന് വ്യൂസൊന്നും നമ്മുടെ ഷോർട്ട് വീഡിയോയ്ക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ഷോർട്ട് വീഡിയോ പെട്ടെന്നൊന്ന് ക്ലിക്കായി, ഒരു ആപ്പിളിൻ്റെ ഒരു വീഡിയോ ക്ലിക്കായി. ആ വീഡിയോ ഏകദേശം 20 ലക്ഷത്തോളം പേര് അടുപ്പിച്ച് കണ്ടായിരുന്നു. ആ വീഡിയോയിൽ നിന്ന് ഏകദേശം 14,000-ൽ കൂടുതൽ സബ്സ്ക്രൈബർ നമ്മുടെ ചാനലിൽ കയറി. അങ്ങനെയാണ് നമ്മുടെ ചാനൽ ഇത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബർ കയറിയത്. പക്ഷേ നമ്മുടെ ചാനലിൽ മോണിറ്റൈസ് ആവണമെങ്കിൽ ഒരു ക്രൈറ്റീരിയ മാത്രമല്ല ഉള്ളത്, 2 ക്രൈറ്റീരിയ ഉണ്ട്. എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ആവണം, അതുപോലെ തന്നെ വാച്ച് അവർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഈ വാച്ച് അവർ എന്ന് പറയുന്നത് 4,000 മണിക്കൂറാണ്. എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി 1 മിനിറ്റ് ഒരു വീഡിയോ കാണുമ്പോൾ 60 മിനിറ്റ് ആകുമ്പോൾ ഇപ്പോൾ അത് അത്രയായി, 1 മണിക്കൂറായി. അങ്ങനെ 4,000 മണിക്കൂർ ആയാൽ മാത്രമേ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലാത്ത പക്ഷം നമ്മുടെ 4,000 മണിക്കൂർ ആവാതെ 1000 സബ്സ്ക്രൈബർ മാത്രം വെച്ച്, ഇപ്പോൾ 1,00,000 സബ്സ്ക്രൈബർ ആയാലും 4,000 വാച്ച് അവർ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നമ്മുടെ ചാനൽ ഇതുവരെ മോണിറ്റൈസേഷൻ ആയിട്ടില്ല. അതിന് കാരണം നമ്മളിടുന്ന ലോങ് വീഡിയോസ് ആയിക്കോട്ടെ, അത് പക്ഷേ വ്യൂസ് കുറവാണ്. നമ്മൾ ലൈവ് ആയാലും ഏകദേശം ടോപ്പസ്റ്റ് ലൈവ് എന്ന് പറയുന്നത് നമ്മൾ എറണാകുളത്ത് ഫോർട്ട് കൊച്ചി പോയപ്പെട്ട ലൈവ് ഉണ്ടായിരുന്നു. അത് ഏകദേശം 2,400 പേര് കണ്ടു. പക്ഷേ അതിൽ നമുക്ക് ഏകദേശം 3 വാച്ച് അവർ എന്തുകൊണ്ട് കയറിയത്, 3 മണിക്കൂറല്ല 3 മിനിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമുക്ക് കയറിയിട്ടുള്ളൂ. എനിക്കും എൻ്റെ ചാനൽ മോണിറ്റൈസ് ആവണമെങ്കിൽ നമ്മളെ വീഡിയോ കാണുന്ന നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. നമ്മളെ വീഡിയോ കാണുമ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് അവരെടുത്ത് ഫുള്ളായിട്ട് കാണുക പറയുക. എങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആയെന്ന് നിങ്ങളുടെ അടുത്ത് എനിക്കൊന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇല്ലാത്ത പക്ഷം നമ്മുടെ വീഡിയോ ഇപ്പം ഏകദേശം ടോപ്പസ്റ്റ് വ്യൂ വന്നിട്ട് ലോങ് വീഡിയോ 700 എന്ന് തോന്നുന്നു, 750 അങ്ങനെ എന്തോ ആണ്. ഇതിൽ തന്നെ ഏകദേശം വന്നത് 14 മിനിറ്റ് എന്തോ വന്നിട്ടുള്ളൂ വാച്ച് ഓവർ. ഇങ്ങനെ ഡെയിലി ഒരു 100 മണിക്കൂർ വീതം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ പെട്ടെന്ന് മോണിറ്റൈസ് ചെയ്യാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല. നിങ്ങളുടെ സപ്പോർട്ട് പോലെ ഇരിക്കും എങ്ങനെ മോണിറ്റൈസേഷൻ ചെയ്യുന്നതെന്ന്, എങ്ങനെ മോണിറ്റൈസേഷൻ ആവുമെന്ന് നിങ്ങളുടെ സപ്പോർട്ട് പോലെ ഇരിക്കത്തുള്ളൂ. കാരണം നിങ്ങൾ വീഡിയോ കണ്ടാൽ മാത്രമേ നമ്മുടെ ചാനൽ വാച്ച് അവർ കിട്ടത്തുള്ളൂ, മോണിറ്റൈസേഷൻ ആവുള്ളൂ. അപ്പോൾ മോണിറ്റൈസേഷൻ ആകുമ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ചോദിച്ചൊരു കാര്യമാണ് 10,000 രൂപ കിട്ടി തുടങ്ങിയോ. ഈ 10,000 രൂപ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബിൽ ഒരു മാസം അല്ലെങ്കിൽ $100, ഒരു മാസം കുറഞ്ഞ $100 കംപ്ലീറ്റ് ആയാൽ മാത്രമേ ഏകദേശം 8,000-ന് മുകളിൽ എന്തോ ആണെന്ന് തോന്നുന്നു അതിൻ്റെ റവന്യൂ വരുന്നത്. ഈ $100 എന്ന് പറയുന്നത് നമ്മളിടുന്ന വീഡിയോ വാച്ച് ഓവർ കംപ്ലീറ്റ് ആയാലും നമ്മളിടുന്ന വീഡിയോ വാച്ച് ഓവർ പോലെ ഇരിക്കും. എന്ന് പറയും, നമ്മളിടുന്ന വീഡിയോ ഓരോ വ്യക്തികൾ എത്രത്തോളം കാണുമോ അത്രത്തോളം ഡോളർ മാത്രമേ നമ്മൾ കയറത്തുള്ളൂ. അത് നമ്മൾ ഷോർട്ട് വീഡിയോ ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ കയറുന്നത് ലോങ് വീഡിയോയും അതുപോലെ തന്നെ ലൈവിൽ നിന്നുമാണ് കയറുന്നത്. അപ്പോൾ 10,000 രൂപയല്ല, 20,000 അല്ല, 1 രൂപ പോലും നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടില്ല. എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നത് വെച്ച് പാവപ്പെട്ടവർക്ക് സഹായിക്കണമെന്ന്. പക്ഷേ നമ്മുടെ യൂട്യൂബിൽ നിന്ന് ഇനി കിട്ടത്തേ ഉള്ളൂ, നമ്മുടെ ചാനൽ അത്യാവശ്യം കയറി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നത് വെച്ച് എനിക്ക് ഏറ്റവും ആഗ്രഹം എൻ്റെ ഡെവലപ്മെൻ്റ് അല്ല, എനിക്ക് പാവപ്പെട്ടവർ സഹായിക്കണമെന്ന് ആഗ്രഹം. നമ്മൾ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന റവന്യൂ, നമ്മൾ വീഡിയോ ഇട്ട് കിട്ടുന്നത് നമുക്ക് സന്തോഷിച്ചാൽ മാത്രം പോരല്ലോ, പാവപ്പെട്ടവരെ നമ്മൾ സഹായിക്കണ്ടേ. അപ്പോൾ അങ്ങനത്തെ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്ന്, അതുപോലെ തന്നെ യൂട്യൂബിൽ ഇപ്പോൾ നമുക്ക് ഒരു മാസം ഇപ്പോൾ നമുക്ക് ഏകദേശം $500 വന്നിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് നമുക്ക് ചാനൽ വ്യൂസും വേണം, അത്രയ്ക്ക് വാച്ച് ഓവർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ $500 പോകത്തുള്ളൂ. കുറഞ്ഞവൻ $100 ആയാൽ തന്നെ ഭാഗ്യമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവരുടെ എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മുടെ ചാനലിൽ മോണിറ്റൈസ് ആയിട്ടില്ല. മോണിറ്റൈസ് ആയാൽ മാത്രമേ ഈ 10,000 രൂപ കിട്ടത്തുള്ളൂ. 10,000 $100-ന് 10,000 രൂപയ്ക്ക് അകത്തേ വരത്തുള്ളൂ. അപ്പോൾ പിന്നെ വന്ന് ചോദിച്ച ഒരു ചോദ്യമാണ് എത്ര കിട്ടുമെന്നുള്ളത്. നമ്മൾ ഓരോ മന്ത്ലി ഇടുന്ന വീഡിയോ പോലെ ഇരിക്കും. നമ്മൾ വീഡിയോ എത്രത്തോളം ഇടുമോ, എത്രത്തോളം ആളുകളിലോട്ട് എത്തുമോ, എത്രത്തോളം ആളുകൾ കാണുമോ, എങ്കിൽ മാത്രമേ നമ്മുടെ ചാനലിൽ അത്രയ്ക്ക് നമുക്ക് റവന്യൂ കിട്ടത്തുള്ളൂ.
അപ്പോൾ നിങ്ങൾ ചോദിച്ച 3 ചോദ്യത്തിന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മറുപടി തന്നിട്ടുണ്ട്. ഒന്ന് ചോദിച്ചത് മോണിറ്റൈസേഷൻ ആയോ? മോണിറ്റൈസേഷൻ ആയില്ല. 10,000 രൂപ കിട്ടി തുടങ്ങി. 10,000 കിട്ടി തുടങ്ങിയില്ല. എത്ര രൂപ കിട്ടും? അത് നമ്മുടെ നിങ്ങളത് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എത്രത്തോളം വാച്ച് അവർ കിട്ടുമോ, എത്രത്തോളം വ്യൂസ് കയറുമോ അതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള എല്ലാ മറുപടി ഞാൻ തന്നിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് പല ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാം. എല്ലാ ചോദ്യത്തിനും നമ്മൾ മറുപടി തരുന്നതായിരിക്കും. എന്ത് കാര്യമായാലും നിങ്ങൾ കമന്റ് സെക്ഷനിൽ വന്ന് നല്ല കാര്യങ്ങൾ മാത്രം ചോദിച്ചാൽ അതിനെല്ലാ കാര്യത്തിനും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. അതുവരെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ഇനിയും മറ്റുള്ളവർക്ക് നമ്മുടെ ചാനൽ അയച്ചു കൊടുത്താൽ അവർ നമ്മുടെ ചാനൽ കാണും, പെട്ടെന്ന് വാച്ച് ഓവർ കയറും, പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ആവും കേട്ടോ. നിങ്ങൾ അങ്ങനെ എന്നാകുമെന്ന് കാത്തിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.